അമേരിക്കൻ സാമ്രാജ്യത്വം ഇത്തരത്തിലുള്ള നെറികേടുകൾ കാണിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമീപനം എന്ത് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം വളരെ സമ്പന്നമായ ചരിത്രമുള്ള ഒരു രാജ്യമാണ്. നാം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. അത് സാമ്രാജ്യത്തിനെതിരായ സമീപനമായിരുന്നു. ചേരിചേരാ നയം അതിൻ്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. മൂന്നാം ലോക രാഷ്ട്രങ്ങളോടൊപ്പമായിരുന്നു. ലോകത്ത് നടക്കുന്ന എല്ലാ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും പിന്താങ്ങുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇവിടെ ആ പാരമ്പര്യം പിന്നീട് കോൺഗ്രസ് തന്നെ കളഞ്ഞു കുളിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. നരസിംഹറാവുവിൻ്റെ കാലം വന്നപ്പോൾ മാറ്റം വന്നു. ആ മാറ്റം അമേരിക്കയുമായി അടുക്കുന്നിടത്തേക്ക് എത്തി, ഇസ്രയേലിനെ അംഗീകരിക്കുന്നിടത്തേക്ക് എത്തി. അത് കഴിഞ്ഞ് BJPയുടെ കാലം വന്നപ്പോൾ കുറേ കൂടി തീവ്രമായി. ഇപ്പോൾ ലോകമാകെ ഇത്തരമൊരു ആക്രമണം കണ്ട് വറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്ന നരേന്ദ്രമോദിയാണ് നാം കാണുന്നത്. അവർ രണ്ടും ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. ഇസ്രയേലിലെ ഇന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഇവിടുത്തെ RSS രണ്ടും ഇരട്ടപ്പറ്റ സഹോദരങ്ങൾ. അതിൻ്റെ ഭാഗമായി ഇസ്രയേലിനെ പിന്താങ്ങുന്നു. അമേരിക്ക നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറില്ല. പരമ്പരാഗതമായി നമ്മുടെ രാഷ്ട്രവും ഇറാനും തമ്മിൽ വലിയ തോതിലുള്ള ബന്ധത്തിലാണ്. പരസ്പര ബന്ധം, ദൃഢമായ ബന്ധം. ആ ബന്ധമുള്ള രാഷ്ട്രത്തെ ഏകപക്ഷീയമായി ആക്രമിച്ചപ്പോൾ ആക്രമിക്കപ്പെട്ട രാഷ്ട്രത്തിനു വേണ്ടി ഒരക്ഷരം ഉരിയാടാൻ നമ്മുടെ പ്രധാനമന്ത്രിക്കാവുന്നില്ല. നമ്മുടെ രാജ്യം തീർത്തും മൗനം പാലിക്കുന്നു. ഇത് രാജ്യത്തിന് അവമാനമാണ്. RSSന് അഭിമാനമായിരിക്കും. കാരണം RSSൻ്റെ നയമതമാണ്. കോൺഗ്രസ് നേരത്തെ തുടങ്ങി വെച്ചതും അതാണ്. പക്ഷേ രാജ്യത്തിന് അവമാനമാണ്. ഇന്ത്യ ഉറച്ച സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം ചേരിചേരാ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സ്വീകരിച്ച രാഷ്ട്രമാണ്. അവിടെയാണ് മാറ്റം വരുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമായതല്ല. ലോകമാകെ ഇതിൻ്റെ ഭാഗമായി അസ്വസ്ഥതകൾ പടരുകയാണ്. നമ്മുടെ ഗൾഫ് മേഖലയിലും അസ്വസ്ഥതകൾ പടരുന്നു. കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഗൾഫിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായുള്ള ഒട്ടേറെ അസ്വസ്ഥതകളാണ് വളർന്നു വരുന്നത്. എല്ലാവരും വലിയ ഉത്കണ്ഠയിൽ കഴിയുന്നു. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അടിയന്തരമായി ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനാണ് ഐക്യരാഷ്ട്രസഭ. പക്ഷേ ഐക്യരാഷ്ട്രസഭയെ അംഗീകരിക്കാത്ത, ഫലത്തിൽ അംഗീകരിക്കാത്ത രാഷ്ട്രമാണ് അമേരിക്ക. തങ്ങളുടെ
കയ്യൂക്കിലൂടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് നോക്കുന്നത്. ഇതിനെതിരെ കടുത്ത പൊതുജനാഭിപ്രായം ഉയർന്നു വരേണ്ട ഒരു ഘട്ടമാണിത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.